ചില ശബ്ദങ്ങൾ അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാണ്. ചില ശബ്ദങ്ങൾ, ബാങ്കിൻ്റെ ശബ്ദം അല്ലാഹു തആലക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോഴിയുടെ ശബ്ദം അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാകുന്നു. കോഴിൻ്റെ ശബ്ദം അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാണ്. ആളുകളെ സുബ്ഹിയുടെ സമയമായി എന്നറിയിക്കുന്ന ജീവിയാണ് കോഴി. ചില ശബ്ദങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്നാണ്. ബാങ്കിൻ്റെ ശബ്ദം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ തുടക്കത്തിൽ കുറച്ച് നേരം ഉണ്ടാതിരിക്കും, പിന്നെ നമ്മൾ വർത്തമാനം തുടങ്ങും. അങ്ങനെയാണ്. ബാങ്ക് നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് ബാങ്ക് മുഴുവനായും കേൾക്കുക എന്നത്. രണ്ടാമത്തെ നിബന്ധനയാണ് കാമിലായ വുളു ചെയ്യുക എന്നത്. നമുക്ക് നിസ്കാരത്തിൽ ഖുശൂ കിട്ടണില്ല, എന്താ കാര്യം? അതിനാവശ്യമായ കാര്യമൊന്നും ചെയ്യണില്ല. കാമിലായ വുളു ചെയ്യണം. നിസ്കാരത്തിൽ ഖുശൂ കിട്ടണമെങ്കിൽ സമ്പൂർണ്ണമായ വുളു, തല ഒരോട്ടം തോണ്ടിയാൽ പോരാന്നർത്ഥം. കാമിലായ വുളു ഉണ്ടായിരിക്കണം. ബാങ്ക് മുഴുവനായും കേൾക്കണം. ഇതൊക്കെ പാലിക്കുമ്പോഴേ നമുക്ക് വലിയ വലിയ സ്ഥാനങ്ങളും ദറജകളും മക്കാമുകളും ലഭ്യമാവുകയുള്ളൂ. ചെറിയ വിഷയങ്ങളിൽ വലിയ സൂക്ഷ്മത വേണം. 10,000 രൂപ ഒരു കള്ളൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇവിടെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഓൻ അങ്ങനെ കൈ പിടിച്ചാണ് നിൽക്കും. ഈ ചങ്ങായി ഇപ്പോൾ എവിടേക്കാണ് പോയത്, ഓൻ വന്നിട്ടുമാണല്ലോ ഇതാണ് കൊടുത്തുങ്ങാണ്ട് കക്കാൻ പോകാനെന്നാ. 10,000 റുപ്യ കള്ളനും സൂക്ഷിക്കും. 10 പൈസ സൂക്ഷിക്കണമെങ്കിൽ ഏറ്റവും വലിയ മുത്തഖിയായിരിക്കണം. ചെറിയ കാര്യങ്ങൾക്കാണ് കൂടുതൽ തഖ്വ ആവശ്യമുള്ളത്, വലിയ കാര്യങ്ങൾക്കല്ല. നിസ്കരിക്കാനും നോൻപ് വെൽക്കാനും ഹജ്ജിന് പോകാനും സക്കാത്ത് കൊടുക്കാനും അതിനൊന്നല്ല വലിയ മുത്തഖിയാവേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നുണ പറയാതിരിക്കണമെങ്കിൽ നല്ല തഖ്വ വേണം. ഗീബത്ത് പറയാതിരിക്കണമെങ്കിലുള്ള തഖ്വയേക്കാൾ വലിയ തഖ്വ വേണം ഗീബത്ത് കേൾക്കാതിരിക്കണമെങ്കിൽ. ഗീബത്ത് പറയാതിരിക്കൽ മാത്രമല്ല, ഗീബത്ത് കേൾക്കാനും പാടില്ല. നമീമത്ത് പറയാൻ പാടില്ലെന്ന് മാത്രമല്ല, നമീമത്ത് കേൾക്കാനും പാടില്ല. കളവ് പറയാൻ പാടില്ലെന്ന് മാത്രമല്ല, കളവ് പറയുന്നത് കേൾക്കാനും പാടില്ല. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യവും കാണാനും പാടില്ല, കേൾക്കാനും പാടില്ല. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്കാണ് വലിയ മുത്തഖിയാവേണ്ടത്. നല്ല തഖ്വയുള്ള മനുഷ്യൻ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത ഉണ്ടാവും. അതിൻ്റെ അർത്ഥം വലിയ കാര്യത്തിൽ സൂക്ഷ്മത ഉണ്ടാവില്ല എന്നല്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ പരിഗണന നൽകുമ്പോഴാണ് നമുക്ക് വലിയ ദറജകൾ ഉയർത്തപ്പെടുന്നത്. ഭക്ഷണം കഴിക്കാത്ത മനുഷ്യന്മാരാരുമില്ല, എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്മാരാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ആദാബുകൾ നല്ലോണം ശ്രദ്ധിക്കണം. ചെറിയ കാര്യമാണ്, വലിയ ദറജ ഉണ്ടാവും. നടക്കാത്ത മനുഷ്യന്മാരാരുമില്ലല്ലോ, എല്ലാവരും നടക്കണവരാണ്. നടക്കുമ്പോഴുള്ള ആദാബുകൾ പാലിക്കണം, വലിയ ദറജ ഉണ്ടാവും. വസ്ത്രം ധരിക്കാത്ത ആരുമില്ല, എല്ലാവരും വസ്ത്രം ധരിക്കുന്നവരാണ്. വസ്ത്രം ധരിക്കുന്നതിൻ്റെ ആദാബുകൾ പാലിക്കണം, വലിയ ദറജ ഉണ്ടാവും. ഇങ്ങനെ തന്നെ അദ്കാറുകൾ, ദിക്റുകൾ വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് സംവിധാനിച്ചിട്ടുള്ളത്. ആ വിഷയത്തെ ഓർമ്മപ്പെടുത്താൻ വാഹനത്തിൽ കയറുകയാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അതിൻ്റെ ഇടയിൽ ഞാൻ ബാത്റൂം പോകുന്നൊരു കാര്യം പറഞ്ഞിരുന്നു, അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എല്ലായിടത്തും അൽഹംദുലില്ലയാണ്. ബാത്റൂം പോയി വന്നാൽ മാത്രം ഗുഫ്രാനൊക്കെയാണ്. എന്താ കാരണം? ഒരു കാരണം ഞാൻ പറഞ്ഞു, ഇസ്തിഗ്ഫാർ, സന്തോഷമുള്ള എല്ലാ ഘട്ടങ്ങളിലും ഇസ്തിഗ്ഫാറിന് വലിയ പ്രാധാന്യമുണ്ട്. രണ്ടാമത്തൊരു കാര്യം അതിലുണ്ട്. രണ്ടാമത്തൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ നിഅമത്ത് മൂത്രമൊഴിക്കാനുള്ള കഴിവാണ്. ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്, എണ്ണിയാൽ ഒതുങ്ങാത്ത നിഅമത്തുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് മൂത്രമൊഴിക്കാനുള്ള കഴിവ്. പക്ഷേ മൂത്രം ഇങ്ങനെ കൃത്യമായി പോകുന്നത് കൊണ്ട് ആ നിയമത്തിൻ്റെ വലിപ്പം നമുക്ക് അറിയണില്ല എന്നേ ഉള്ളൂ. അതൊന്നാണ്ട് സ്റ്റോപ്പായാൽ
3 കോടി രൂപയുടെ മെഷീൻ ഉണ്ടായാലും ഒരു തുള്ളി മൂത്രമുണ്ടാക്കാൻ കഴിയില്ല. ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂത്രം ഉണ്ടാക്കല്ല, രക്തത്തിൽ നിന്ന് നീരും ചോരയും നീരും ദൂഷ്യമായ വസ്തുക്കളും കുത്തിയെടുത്ത് കളയാണ്, അല്ലാതെ മൂത്രം ഉണ്ടാക്കി കളയല്ല. ഒരു പൈസൻ്റെയും ചിലവില്ലാതെ ആ കാര്യം വൃത്തിയായി നടക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. എല്ലാ സാധനവും ഓട്ടോമാറ്റിക്കാണ്. ഒരു സാധനത്തിനും നമ്മുടെ ഒരു പരിശ്രമം ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ ശ്വാസം വലിക്കുന്നു. ശ്വാസം വലിക്കുമ്പോൾ അത് ലങ്സിലേക്കാണ് കയറണത്. എന്നിട്ട് ലങ്സിൻ്റെ ഏറ്റവും അഗ്രഭാഗത്ത് ബലൂൺ പോലെയുള്ള ഒരു സാധനമാണ്, അതിലേക്ക് എത്തുകയാണ്. അവിടെ നിന്നാണ് പിന്നെ രക്തത്തിലേക്ക് പോകുന്നത്. പറയുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. നമ്മുടെ ശ്വാസകോശം നോക്കിയാൽ കുറേ അറകളായിട്ടാണ് കാണുക. വാസ്തവത്തിൽ അത് നീർത്തിയാൽ വലിയൊരു പായാണ്. ഒരു പായ് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. ഒരു വലിയ ടെന്നീസ് കോർട്ടിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവുമെന്നാണ് നമ്മളെ ശ്വാസകോശത്തിൻ്റെ മടക്ക് നീർത്തി ഇങ്ങനെ വെച്ചാൽ ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവും. അതിൻ്റെ തലക്കെ നമ്മൾ ഇങ്ങനെയാണ് ശ്വാസം വലിക്കുമ്പോൾ അതിൻ്റെ തലക്ക രേഷം ശ്വാസം കയറുകയാണ്. പിന്നെ നമ്മളെ പണി കഴിഞ്ഞു. പിന്നെ ബാക്കി അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പോയി ടെന്നീസ് കോർട്ടിൻ്റെ അങ്ങേ തലക്കെത്തുമ്പോൾ അവിടെ ബലൂൺ പോലത്തെ ഒരു സാധനം അതിലേക്കാണ് കിടക്കുകയാണ്. ഈ വലിക്കണത് മാത്രം നമ്മൾ ചെറിയൊരു പരിശ്രമമുണ്ട്, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഇങ്ങനെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങൾക്കും ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അത് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ശുക്ർ ചെയ്യേണ്ടത് ഇനി കിട്ടാനുള്ളതിലല്ല, കിട്ടിയതിലാണ്. ശുക്ർ ചെയ്യണം. നമ്മൾ ശുക്ർ ചെയ്യേണ്ടത് ഇനി കിട്ടാനുള്ളതിനല്ല, കിട്ടിയതിനാണ് ശുക്ർ. 47 കൊല്ലം ജീവിച്ചതിനാണ് ശുക്ർ. ഇനി ജീവിക്കാൻ പോകുന്നതിനല്ല. പല്ലുവേദന ഉണ്ടായ അരമണിക്കൂറിനല്ല ശുക്ർ, പല്ലുവേദന ഇല്ലാത്ത 23.5 മണിക്കൂറിനാണ് ശുക്ർ. കിട്ടിയതിനാണ് ശുക്ർ ചെയ്യേണ്ടത്, കിട്ടാനുള്ളതിനല്ല. നമ്മൾ കിട്ടിയതിനെ കുറിച്ച് ആലോചിക്കാറില്ല, ഇനി കിട്ടാനുള്ളതിനെ പറ്റിയാണ് ആലോചിക്കാറുള്ളത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും എന്താ കിട്ടിയതെന്നല്ല ആലോചിക്കണത്. ഉറങ്ങണ സമയത്ത് സൂറത്തുൽ വാഖിയ എല്ലാവരും ഓതണം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം കിട്ടുകയെന്നാ, എന്തേ കിട്ടിയത് എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഇനി കിട്ടാനുള്ള അവിടെ നിൽക്കട്ടെ, ഇനി കിട്ടാണ്ട് അത് വേറെ കാര്യം. കിട്ടിയത് പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിൽ കൂടെ പോകണില്ല എന്ന്. ഇനി എന്താ കിട്ടാനുള്ളത് എന്ന് ഞാൻ പറഞ്ഞാൽ വേഗം പോകും, അതാണ് സംഗതി. സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും രാത്രി ഓതണം. ഒന്നും കിട്ടാനല്ല, കിട്ടിയതിനുള്ളതാണ്. 47 കൊല്ലം ജീവിച്ചില്ലേ, 47 കൊല്ലത്തെ ആയുസ് കിട്ടിയില്ലേ, ഇതുവരെ ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം കിട്ടിയില്ലേ, വായു കിട്ടിയില്ലേ, എല്ലാ സൗകര്യങ്ങളും കിട്ടിയില്ലേ. അതിനെല്ലാ ദിവസവും രാത്രി സൂറത്തുൽ വാഖിയ ഓതണം. ഇനി എന്താ കിട്ടാനുള്ളത്? കിട്ടണ്ട്. എന്താ കിട്ടാനുള്ളത്? മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. സൂറത്തുൽ വാഖിയ എല്ലാ രാത്രിയിലും ഒരു തവണ ഓതിയാൽ അവന് ഒരു കാലത്തും ദാരിദ്ര്യം വരൂല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഒരു കാലത്തും ദാരിദ്ര്യം വരൂല എന്ന് പറഞ്ഞാലേ ദുന്യാവിൽ മാത്രം വരൂല എന്നല്ല, ആഖിറത്തിലും വരൂല എന്നാ. ആഖിറത്തിലൊരു ദാരിദ്ര്യം വരാണ്ട്. നമ്മളെ നിസ്കാരവും നോമ്പും ഹജ്ജും എല്ലാ റമദാൻ മാസത്തിലും ഉംറക്ക് പോയതും സക്കാത്ത് കൊടുത്തതും സ്വതക്ക കൊടുത്തതും പള്ളി ഉണ്ടാക്കിയതും മദ്രസ ഉണ്ടാക്കിയതും ഒക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് മാഷറേക്കാൻ ചെന്ന് നോക്കുമ്പോൾ അതാണ്ട് ഓരച്ച് തീർന്നാൽ ഒരു ദാരിദ്ര്യം തന്നെയാണ്. അതും വരൂല എന്ന് സൂറത്തുൽ വാഖിയ ഓതുന്ന ആൾക്ക്. പക്ഷെ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ചെല്ലാൻ തോന്നാത്ത, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കതാണ് ചെല്ലാൻ തോന്നണില്ലല്ലോ. എന്തേ കാരണം? അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം
വഹീൻ്റെ ഇൽമ് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാത്തതാണ് കാരണം. ഇൽമിനെ പറ്റി നമുക്കറിയാം, വഹീൻ്റെ ഇൽമിനെ പറ്റി അറിയില്ല. ഇൽമും വഹീൻ്റെ ഇൽമും വ്യത്യാസമുണ്ട്. ഇൽമ് എന്ന് പറഞ്ഞാൽ വിവരാണ്. വിവരം പഠിപ്പിച്ചവന് തെറ്റിയാൽ പഠിച്ചവന് തെറ്റും. എനിക്കൊരു വിവരമുണ്ട്, ഒരാൾ പഠിപ്പിച്ചെന്നാണ്. പഠിപ്പിച്ച ആൾക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന ആൾക്കും തെറ്റിയിട്ടുണ്ടാവും. അത് ഇൽമിനുള്ള കുഴപ്പമാണ്. പ്രത്യേകിച്ച് കസ്ബിയായ ഇൽമിനെ പഠിപ്പിക്കുന്നവന് തെറ്റിയാൽ പഠിക്കുന്നവന് ഏതായാലും തെറ്റും. എന്നാൽ വഹയിൻ്റെ പ്രത്യേകത അതല്ല, അത് വഹബിയായ ഇൽമാണ്. സയ്യിദ്നാ ഖിദ്ർ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, ആതൈനാഹു മിൻ ലദുന്നാ ഇൽമാ. ലദുന്നിയായ ഇൽമ് എന്ന് പറയുന്നത് തന്നെയാണ് വഹബിയായ ഇൽമ്. വഹി എന്നത് വഹബിയായ ഇൽമാകുന്നു, അതിൽ തെറ്റൂല. സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും രാത്രി ഓതിയാൽ ദാരിദ്ര്യം വരൂല എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരില്ല. കാരണം മുസ്തഫായ നബി തങ്ങൾ വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ആളാണ്. അതന്നെ പ്രത്യേകത. വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് നബി തങ്ങളുടെ പ്രത്യേകത. അള്ളാഹു റസൂൽ പറഞ്ഞ എല്ലാ കാര്യവും അങ്ങനെയാണ്.